മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണുന്ന വീഡിയോ ഈ ഒരു മൂട് വരിക്കപ്പിലാവ്. ഈ വരിക്കപ്പിലാവ് വെച്ചതിന് ശേഷം ഇതിന് വളമിടാനൊത്തില്ല. പലവിധ കാരണങ്ങളാൽ ഇങ്ങനെ വളമിടാതിരിക്കുന്ന മറന്നു പോകുന്നതോ ഒക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് വളമിടാതിരിക്കുന്നുണ്ട്. അപ്പോഴിപ്പോഴ് മഴക്കാലമാണ്. അപ്പം മഴക്കാലത്ത് ഇതിനൊരു സുഖ ചികിത്സ നമ്മൾ നൽകുകയാണ്. അതായത് ഇത് വെച്ചിട്ടപ്പോഴൊരു 6 മാസമായി. 6 മാസമായതിനൊക്കെ ഒരു വളം പോലും ചെയ്തില്ല. അപ്പോൾ നമുക്കിത് കണ്ടാലറിയാം അതിൻ്റെ ആ പച്ചപ്പിനൊക്കെ ഒരു കുറവുണ്ട്. പക്ഷേ ഞാൻ ഇത് ശിഖരങ്ങളൊക്കെ മുറിച്ചു. അതുപോലെ തന്നെ ഇതിന് സുഖ ചികിത്സ ചെയ്യാൻ പോവുകയാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വർഷത്തിൽ 2-3 പ്രാവശ്യവും വളം ചെയ്യാൻ തുല്യമായ ഒരു വളപ്രയോഗ രീതിയും ഒപ്പം കുറച്ചുകൂടി ശക്തമായ രീതിയിൽ വളരാനും കായ്ഫലം പെട്ടെന്ന് കിട്ടാനും ഒക്കെയുള്ള ഒരു ചികിത്സാ വിധിയാണ്. ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൃഷിയെ സംബന്ധിച്ചും നമ്മുടെ ചുറ്റുപാടുമുള്ള പച്ചമരുന്നുകളെ സംബന്ധിച്ചും ഉള്ള വീഡിയോകളാണ് ഇലഞ്ഞൂർ ബ്ലോഗ് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം അറിവുകൾ ശേഖരിക്കാനും അതുപോലെ തന്നെ കൃഷിയെ സ്നേഹിക്കുകയും കർഷകരെ സ്നേഹിക്കുകയും അന്നത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട പ്രേക്ഷകർ, അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഇതിനോടൊപ്പം ഒരു ബെല്ലൈക്കൻ നിങ്ങൾ അമർത്തുകയാണെങ്കിൽ ഞങ്ങളിടുന്ന ആ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരുടെയും പൂർണ്ണമായും പിന്തുണ വേണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇപ്പോൾ ഇതിന് നമ്മൾ ഇതിൻ്റെ തടമൊക്കെ നമ്മൾ വിസ്തൃതിയിലാക്കിയിട്ടുണ്ട്. തടമൊക്കെ വിസ്തൃതിയിലാക്കിയതിന് ശേഷം നമ്മൾ ഇതിന് ചെയ്തെന്ന് പറഞ്ഞാൽ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കടലപ്പിണ്ണാക്കും നമ്മൾ ഇട്ട് കഴിഞ്ഞു. വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, കടലപ്പിണ്ണാക്ക് ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ചീമക്കൊന്നയുടെ ഇല കൊണ്ടുള്ള ഒരു ദ്രാവക വളമാണ്. ചീമക്കൊന്നയുടെ ഇല കൊണ്ടുണ്ടാക്കിയ ഒരു ദ്രാവക വളമാണ്. നമ്മളിതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഈ ദ്രാവക വളം ഇത്രയും വളം ഇത് നമ്മളിപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ അല്പം ദൂരെ കൂട്ടി അങ്ങ് ഒഴിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോണം. നമ്മൾ അതും കുഴിച്ചു. ഇനിയും അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കമ്പോസ്റ്റ് വളമാണ്. ഈ ഒരു ചട്ടി കമ്പോസ്റ്റ് വളം ഇത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അല്പം മണ്ണ് ഇതിന് മുകളിൽ വിടാം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അല്പം മണ്ണ് നമ്മളിടാൻ പോവുകയാണ്. നമ്മൾ ചെയ്തത് വളം ഇട്ടതിന് ശേഷം ആ വളത്തിൻ്റെ മുകളിലായിട്ട് 1/2 ഇഞ്ച് കനത്തിൽ നമ്മൾ മണ്ണിട്ടു. ഇനി നമുക്ക് ചെയ്യാനുള്ള സംഗതി ഇതിന് മുകളിൽ ആ വളത്തിൻ്റെ മുകളിൽ വട്ടയുടെ തോല് നമ്മൾ ഇടാൻ പോവുകയാണ്. വട്ടയുടെ തോലിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെയധികം ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള ഒരു പച്ചിലയാണ് വട്ട. അതുകൊണ്ടാണ് നമ്മൾ വട്ട തന്നെ എടുക്കുന്നത്. വട്ട ഇല്ലെങ്കിലും കുഴപ്പമില്ല. പെട്ടെന്ന് മണ്ണിൽ ലയിച്ച് ചേരുന്ന ഏതെങ്കിലുമൊക്കെ പോച്ചകളോ ഇലകളോ ഒക്കെ നമ്മൾ ഇട്ടാൽ മതി.
അപ്പോൾ നമ്മൾ വളമെല്ലാം ഇട്ട് കഴിഞ്ഞു. വട്ടയുടെ തോല് നമ്മളിതിൻ്റെ ചുവട്ടിൽ ഇതിപ്പോൾ ഒരു 10, 25, 30 കിലോ തോലുണ്ട്. അത് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ആ വട്ടയുടെ തോല് ഏറ്റവും പ്രധാനമായിട്ട് ഫോസ്ഫറസ് ആണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ഒരു പക്ഷേ വട്ടയുടെ തോല് കിട്ടാനില്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും പെട്ടെന്ന് അലിഞ്ഞു ചേരുന്ന ഏതെങ്കിലും സസ്യങ്ങളുടെ തോല് ഇട്ടാലും മതി. അതിനുശേഷം ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇത് നിങ്ങൾക്കറിയാം, ഇത് കോഴിക്കാഷ്ടമാണ്. കോഴിക്കാഷ്ടം നമ്മൾ ഏറ്റവും ടോപ്പിലിടാവും. കാരണം കോഴിക്കാഷ്ടം വളരെയധികം ചൂടുള്ള ഒരു സംഗതിയാണ്. ഇത് മഴ പെയ്ത് ഭംഗിയായിട്ട് ലയിച്ച് വേണം ഇത് താഴെ. അതുകൊണ്ട് ആണ് ഇതിൻ്റെ മുകളിലിട്ടത്. അപ്പം നമ്മൾ എല്ലാ വളങ്ങളും ചെയ്തു. നമ്മൾ ആദ്യമായിട്ട് ഒഴിച്ച ആ ചീമക്കൊന്നയുടെ ദ്രാവക വളം വളരെ പെട്ടെന്ന് തന്നെ, ഒരു പക്ഷേ ഇന്ന് തന്നെ ഇതിൻ്റെ വേരുകൾ ആദേശം ചെയ്തു തുടങ്ങും. അത് കഴിയുന്നുണ്ടെങ്കിൽ കുമ്മായത്തിന് പകരം മറ്റൊന്നും ഇടേണ്ട കാര്യമില്ല. കാരണം ഈ പ്ലാവ് മൂലകങ്ങൾ വലിച്ചെടുക്കുന്നുണ്ട്, വെള്ളവും മൂലകങ്ങളും വലിച്ചെടുക്കുന്നുണ്ട്. കാരണം വളർച്ചയുള്ളതിന് അങ്ങനെ മറ്റൊന്നും ചേർക്കേണ്ട കാര്യമില്ല. കുമ്മായമോ അതുപോലെ സൂഡോമോണസ് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ചീമക്കൊന്നയുടെ ആ ദ്രാവകവളം പെട്ടെന്ന് വലിച്ചെടുക്കും. അപ്പോൾ ഇതിൻ്റെ നാളെ മുതൽ തന്നെ ഇതിനൊരു ചെറിയ മാറ്റം ഉണ്ടാകും. അത് കഴിഞ്ഞ് നമ്മൾ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും എല്ലുപൊടി ഇട്ടിട്ടുണ്ട്, അതും ലയിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ വട്ടത്തോലിട്ടത്. വട്ടത്തോൽ നമുക്കറിയാം വളരെ പെട്ടെന്ന് ലയിക്കുന്നതാണ്, വെള്ളം പിടിച്ചെടുക്കും. അതിൻ്റെ മുകളിൽ നമ്മൾ കോഴിവളം ഇട്ടു. ഈ കോഴിവളം ഇട്ട് അതിന് ശേഷം ഇനി നമ്മൾ ഇത് കോഴിയൊന്നും ചിതഞ്ഞ് കളയാതെ എന്തെങ്കിലും 3-4 കമ്പും കൂടെ വെക്കുകയാണ്. ഇത്രയും ചെയ്താൽ മതി. ഒരു കൊല്ലത്തേക്കുള്ള എല്ലാ വളങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു 3 മാസം ആകുമ്പോഴത്തേന് 2-3 വളം ചെയ്യുന്ന പ്ലാവിൻ്റെ കൂടെ തന്നെ മെച്ചപ്പെടുന്ന ഒരു പ്ലാവായി മാറും. പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ 10-15 ദിവസം 2 ആഴ്ച കഴിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ, ഈ വട്ടത്തോളിൻ്റെ മുകളിൽ, ഈ കോഴിക്കാഷ്ടത്തിൻ്റെ മുകളിൽ ഒരു 2 ഇഞ്ച് കനത്തിൽ അല്പം മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ വളപ്രയോഗം ഓക്കെയായി. ഈ വരിക്ക പ്ലാവിന് ഇങ്ങനെ ഒരു സുഖശീലത നൽകി. അതുപോലെ തന്നെ ഇങ്ങനെ വളമിടാൻ മറന്നുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരത്തിലൊരു സുഖചികിത്സ നടത്തിയാൽ നല്ല രീതിയിൽ പരീക്ഷയ്ക്കും തുല്യമായിട്ട് ഈ പ്ലാവ് വളർന്നു വരും. നമുക്കറിയാം, ചക്ക ലോകത്തിൽ തന്നെ ഏറ്റവും വലിപ്പമേറിയ ഒരു പഴമാണ്. അതിന് നല്ല പരിചരണം ആവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പോഴേ നമ്മൾ നടന്ന ഈ വഡ് തൈകളും ലെയർ ചെയ്ത തൈകളും ഒക്കെ അതിൻ്റെ വേരുകൾക്ക് ഒരുപാട് ദൂരം പോയി ഈ ആഹാരം വലിച്ചെടുക്കാനുള്ള, വളം വലിച്ചെടുക്കാനുള്ള ഒരു ശേഷിയില്ല. അതുകൊണ്ട് തന്നെ അതിന് ചുറ്റുപാടും നമ്മൾ വളം ചെയ്യുക. ഈ പ്ലാവുകളൊക്കെ വലുതായി കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് വളം ചെയ്യാൻ ഒക്കാത്തതുകൊണ്ട് ഇതിന് ചുവട്ടിൽ മുളക് പൊടിയോ വല്ലതും നട്ടുപിടിപ്പിച്ച് ആ മുളക് പൊടിക്ക് കൂടുതൽ വളം ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ആ പ്ലാവ് കൂടി അത് വലിച്ചെടുക്കും. മുളക് പൊടിക്ക് വർഷത്തിൽ 2 പ്രാവശ്യമാണ് വളം ചെയ്യുന്നത്. അത് കാലവർഷത്തിൻ്റെ ആരംഭത്തോടും തുലാവർഷത്തിൻ്റെ ആരംഭത്തോടും. അപ്പം 50% ആ മുളക് പൊടിക്കും 50% ഈ പ്ലാവിനുമായിട്ട് മാറും. അങ്ങനെ നമുക്ക് പ്ലാവുകൾ പരിചരിക്കാം. അങ്ങനെ കൃഷിയെയും കർഷകരെയും അന്നം കഴിക്കുന്ന എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാം. അങ്ങനെ നമുക്ക് ഒരു നല്ല നാളേക്ക് വേണ്ടി കാത്തിരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.